ലോഞ്ച് പാഡിൻ്റെ ഹോം പേജിൽ നിന്ന് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ നെക്സ്റ്റ് വരുന്ന പേജിൽ നിന്ന് രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. ഈ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് DWMS രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയെന്ന് ഉറപ്പ് വരുത്തുക. ഇനി അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആദ്യം ചെയ്തതിന് ശേഷം മാത്രം ഈ ഫോം ഫില്ല് ചെയ്യുക. ആദ്യം വരുന്നത് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ബേസിക് ഡീറ്റെയിൽസ് നിങ്ങളുടെ നെയിം, ഇമെയിൽ, ജെൻഡർ, അതുപോലെ കോഴ്സ് ടൈപ്പ്, ബ്രാഞ്ച്, CGPA ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. അഡീഷണൽ ഡീറ്റെയിൽസ് നിങ്ങൾ IEEE മെമ്പർ ആണെങ്കിൽ IEEE മെമ്പർഷിപ്പ് നമ്പർ, അതുപോലെ മ്യൂലാൻഡ് ID, കർമ്മ പോയിന്റ്സ്, KKM പോർട്ടലിലെ രജിസ്ട്രേഷൻ ID, പിന്നെ നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് ജോബാണ് നോക്കുന്നത് അതിനനുസരിച്ചുള്ള ജോബ് ടൈപ്പ്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അടുത്തത് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷ്യൻസി ഇൻ ലാംഗ്വേജ് ആൻഡ് ടെക്നോളജീസ് ആണ്. ഇതിൽ മെൻഷൻ ചെയ്യാത്ത ഏതെങ്കിലും ലാംഗ്വേജ് ഓർ ടെക്നോളജി നിങ്ങൾ പ്രൊഫഷ്യൻ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് അതർ സെക്ഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ്, അതുപോലെ അഡീഷണൽ സ്കിൽസ്, എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് ഓർ അവാർഡ്സ് റിസീവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ആപ്റ്റായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വെൽ ഫോർമാറ്റഡ് റെസ്യൂമെ അപ്ലോഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൂടി അപ്ലോഡ് ചെയ്ത് കൺസെൻറ്റും കൂടി കൊടുത്ത് ഫോം സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നിങ്ങളൊരു പേജിലേക്ക് എത്തും. ഈ പേജിൽ നിന്ന് സ്റ്റെപ്പ് 2 എടുത്ത് അതിൽ ഗിറ്റബ് റിപ്പോസിറ്ററി ഓപ്പൺ ചെയ്യാം. ഈ റെപ്പോയിലെത്തി താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് കാണാം. ആദ്യത്തെ സ്റ്റെപ്പ് ഒബ്വിയസ്ലി ന്യൂലൻഡ് ഡിസ്കോഡ് സെർവർ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഈ റെപ്പോ ഫോർക്ക് ചെയ്ത് ഇതിന്റെ പ്രൊഫൈൽ സെക്ഷൻ്റെ അണ്ടറിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന മാർക്ക്ഡൗൺ ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ പോലെയാണ്. ആദ്യം നമുക്ക് റെപ്പോ ഫോർക്ക് ചെയ്യാം. റെപ്പോ ഫോർക്ക് ചെയ്തതിന് ശേഷം താഴെയുള്ള ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് റെപ്പോയിലെ പ്രൊഫൈൽ ഡയറക്ടറിയുടെ ഉള്ളിലാണ്. ഈ ഒരു ടെംപ്ലേറ്റിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ലിങ്ക്സ്, അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്ത പ്രൊജക്ട്സിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ നിങ്ങൾ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് വെബ്സൈറ്റ്സിന്റെ പ്രൊഫൈൽ ലിങ്ക്സ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഫില്ല് ചെയ്യാനുണ്ട്. അതൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഫില്ല് ചെയ്യുക. അവസാന ഫയലിനെ name@mulan എന്നുള്ള രീതിയിൽ റീനെയിം ചെയ്ത് ചേഞ്ചസ് കമ്മിറ്റ് ചെയ്യുക. റീനെയിം ചെയ്യുന്ന സമയത്ത് .md എന്ന എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ മറക്കരുത്. അത് കഴിഞ്ഞ് മെയിൻ ബ്രാഞ്ചിലേക്ക് ഒരു പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ മെയിൻ റെപ്പോസിറ്ററിയിലേക്ക് മെർജ് ആയ ശേഷം റെപ്പോസിറ്ററി എടുത്ത് പ്രൊഫൈൽ സെക്ഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങളുടെ പ്രൊഫൈൽ വിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ഡിസ്കോഡ് സെർവറിൽ വന്ന് അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ഫോർമാറ്റ് കാണാം. അതുപോലെ നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അത് ഡിസ്കോഡ് സെർവറിലെ IEEE LP ഇൻട്രൊഡക്ഷൻ എന്ന ചാനലിൽ പോസ്റ്റ് ചെയ്യുക. #LP24-introduction എന്നുള്ള ഹാഷ്ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. ലോഞ്ച് പാഡ് റെപ്പോസിറ്ററിയിലെ പ്രൊഫൈൽ ലിങ്ക് ഇവിടെ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. ഈ സ്റ്റെപ്സ് ഒക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ മ്യൂലൻ ഡിസ്കോഡ് സെർവറിൽ ഒരു പുതിയ ചാനൽ അപ്പിയർ ആവും. ആ ചാനലിൽ നിങ്ങൾക്ക് ഫർദർ ലോഞ്ച് പാഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് സബ്മിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ ലേറ്റർ ഓൺ ഞാൻ സബ്മിറ്റ് ചെയ്ത ടാസ്കിന് റെഡ് ഫ്ലാഗ് വരുന്നത് ഞാൻ ആൾറെഡി സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ വരില്ല. അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടന്റ് ഇത്രമാത്രമാണ്.
നിങ്ങൾക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ലോഞ്ച് പാഡ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കണ്ടന്റ് ഒക്കെ ഈ ഒരു മ്യൂലൻ്റെ ഡിസ്കോഡ് സെർവർ വഴി തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ചാലഞ്ചസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ജോബ് തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.